ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാനൊക്കെ മാറ്റുന്ന ഒരു 5 ഫേസ് പാക്കിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഏകദേശമൊക്കെ കുറച്ച് ടാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു പാക്ക് ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ കരുതി ഞാൻ മുമ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 3-4 പാക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 പാക്കുള്ള വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യത്തെ പാക്ക് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കുംബർ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സാലഡ് വെള്ളരി ആണെങ്കിൽ അതും യൂസ് ചെയ്യാം, അല്ലാതെ വലിയ വെള്ളരിക്ക ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതിയാവും. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. ആവശ്യത്തിനുള്ള കടലമാവും ചേർത്ത് കൊടുത്തതിന് ശേഷം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കോഫി പൗഡർ എടുക്കാം. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് എത്ര വേണം എന്നനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഇത് ഒരാൾക്കുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ശേഷം അതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തൈരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവരവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റ് വച്ചിരിക്കുക. നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മസാജ് ചെയ്തത് റിമൂവ് ചെയ്യുക. ശേഷം ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. എഫക്റ്റീവാണ്. ഇനി അടുത്ത പാക്ക് നോക്കാം. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടലമാവാണ്. ഈ കടലമാവിലേക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കടലമാവും കോഫി പൗഡറൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ അവരവരുടെ ടൈപ്പ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൽ അലർജി ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മാറ്റി നിങ്ങൾക്ക് പറ്റുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ കടലമാവും കോഫി പൗഡർ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ കൂടെ തന്നെ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 5 പാക്കിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇടുക. പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻ നമ്മളുണ്ടാക്കിയ പാക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ താഴെയോ കൈവെള്ളയുടെ താഴെയൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കിൻ വരുന്ന ആ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ പാക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇനി തേർഡ് പാക്കും ഫോർത്തും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള 2 പാക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഇതിനകത്ത് അലോവേര ജെല്ലും കോഫി പൗഡറും ഈ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അത് അതേപോലെ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി രണ്ടാമത്തേതും ഇതുപോലെ തന്നെ അലോവേര ജെല്ലും അതിലേക്ക് ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറ്റാർവാഴ നാച്ചുറലായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഞാൻ പാക്കിൽ കിട്ടുന്നതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് പാക്കിൽ വരുന്നത് ഇതുപോലെ കടലമാവും മഞ്ഞൾപ്പൊടിയും തേനുമാണ്. അപ്പം ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം കസ്തൂരി മഞ്ഞളാണ്. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ മഞ്ഞളാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇതും മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത് കുറച്ച് തിക്ക് പാക്കായിരിക്കും, കാരണം ഹണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേസിലിട്ട് എപ്പോഴാണ് അത് നല്ലതുപോലെ ഡ്രൈ ആയെന്ന് തോന്നുന്നത് ആ സമയത്ത് റിമൂവ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും മോയ്സ്ചറൈസർ അവസാനം ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.